ഉണർവിൻ്റെ മറ്റൊരു തടസ്സമാണ് ഗ്രീഡ്, അതുപോലെ തന്നെ കെയർലെസ്. ഇതൊക്കെ വളരെ വലിയ മേജറായിട്ടുള്ള ഇഷ്യൂസാണ്. കാരണം നമ്മുടെ സഭയിലോട്ട് വരുന്ന ജനങ്ങൾ അനാഥരും ആലംബമറ്റവരും തെറ്റിപ്പോയവരും തകർന്നവരും ഇല്ലായ്മയിലായവരും ഒക്കെ വരുമ്പോൾ, അവർ ക്യാൻസറും മുഴകളും മറ്റു പലതരത്തിലുള്ള മാരക രോഗങ്ങളും ഒക്കെ പിടിച്ചു വരുമ്പോൾ, അവരുടെ കടഭാരം നമുക്ക് മാറാൻ വരുമ്പോൾ, പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ കണ്ടീഷൻ വെച്ച് ആണ് അവർ സുഖം. ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് സുവിശേഷം. യേശുക്രിസ്തു വന്നു, രോഗികളായി വന്നവരോട് യേശുക്രിസ്തു ഒരു കണ്ടീഷനും പറഞ്ഞില്ല. അവരെ കർത്താവ് സൗഖ്യമാക്കി. ഊമരും ജഗടരും കുരുടരും അവരോടൊന്നും കർത്താവ് കണ്ടീഷൻ പറഞ്ഞതായിട്ട് വേദപുസ്തകത്തിലില്ല. പക്ഷേ നമ്മൾ ഇന്ന് ശുശ്രൂഷിക്കുമ്പോൾ കണ്ടീഷൻ പറയുക. 7 ദിവസം പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ഇത്ര ദിവസം ഞങ്ങളുടെ സഭയിൽ വരണം, ഇത്ര രൂപ കൊണ്ടുവരണം, ഇത്ര സ്വോത്രക്കാഴ്ച തരണം, നിങ്ങളുടെ ഈ രോഗം മാറിയാൽ ഞങ്ങളുടെ TV പ്രോഗ്രാമിന് വേണ്ടി ഇത്ര രൂപ നിങ്ങൾ തരണം, ഇത്ര രൂപ ഞങ്ങൾക്ക്, പിന്നെ ഈ രോഗം മാറി നന്ദി പറയാൻ വരുന്നവരോട് പറയണം, നിങ്ങളുടെ രോഗം മാറി, ഇനി നിങ്ങൾ ഞങ്ങളുടെ ഇന്ന ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഇത്ര രൂപ തരണം. നമ്മൾ കണ്ടീഷൻ വയ്ക്കുകയാണ്. അപ്പോൾ കണ്ടീഷൻ വെച്ചുള്ളതാണോ സുവിശേഷ പ്രവർത്തനം? നമ്മൾ ഗ്രീഡായി ഉള്ളവരായ, പണത്തിനോട് അത്യാഗ്രഹമുള്ള, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ അഭിഷേകം, നമ്മുടെ കൃപാവരങ്ങൾ, നമ്മുടെ വസ്തു വിറ്റ് കഴിഞ്ഞാൽ ഇത്ര % ഞങ്ങൾക്ക് തരണം. പാവപ്പെട്ട ആൾക്കാർ വസ്തു വിറ്റ് എങ്ങനെയും കടം തീർക്കാൻ വേണ്ടി വരുമ്പോൾ, ആ വസ്തു വിറ്റ് കഴിഞ്ഞാൽ ഇത്ര %, ഇത്ര ശതമാനം, ഇത്ര ഇത് തന്നില്ലെങ്കിൽ അവരെ കൊന്നു കൊടുക്കുക. അപ്പോൾ ഇത്ര രൂപ ഞങ്ങൾക്ക് തരണം, നിങ്ങളുടെ ബിസിനസ്സിൽ ഇത്ര ലാഭം കിട്ടി ഇത്ര രൂപ ഞങ്ങൾക്ക് തരണം. അപ്പം നമുക്കൊരിക്കലും കണ്ടീഷൻ വയ്ക്കാനോ മനുഷ്യരുടെ മേൽ സ്വാധീനം ചെലുത്തി അവരുടെ അഭിഷേകമോ കൃപാവരങ്ങളോ കൊണ്ട് ഒരു മാജിക്ക് കാണിച്ച് അവരിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന ഒരു മാർഗമല്ല സുവിശേഷം. റിവൈവൽ തടയപ്പെടുന്നത് അനേകർ ശക്തരായ ശുശ്രൂഷകരാണ്, അനേകർ ശക്തമായ കൃപാവരമുള്ളവരാണ്, അസാധാരണമായ അഭിഷേകവും രോഗസൗഖ്യ ശുശ്രൂഷകളും ഒക്കെ ക്യാരി ചെയ്യുന്നവരാണ്. പക്ഷേ അവരുടെ ഒന്നാമത്തെ പ്രശ്നം, ഒന്ന് കണ്ടീഷൻ വയ്ക്കുക, ഭയങ്കരമായി ഗ്രീഡുള്ളവരായി പണക്കാരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ലീഡേഴ്സ് ആക്കുക. അഭിഷേകമുള്ളവനെ അല്ല ലീഡറാക്കുന്നത്, പണക്കാരെ ലീഡറാക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ലീഡറാകാനുള്ള ഒരു ക്വാളിറ്റി അനോയിൻറ്റിങ് ഉള്ളവനായിരിക്കണം, അഭിഷേകമുള്ളവനായിരിക്കണം, വിവേകമുള്ളവനായിരിക്കണം, മൂർഖം പാമ്പിനെ പോലെയുള്ളവനല്ല, താഴ്മയും ശിഷ്യത്വമുള്ളവനായിരിക്കണം, ആ ദൈവത്തിൻ്റെ അഭിഷേകം കീഴ്പ്പെട്ടു പോകുന്നവനായിരിക്കണം. വെളിപ്പാടില്ലാത്തവനെയും വിവേകമില്ലാത്തവനെയും ജാതിയും മതവും നോക്കുന്നവനെയും വർഗീയവാദികളെയും കൊണ്ടുവന്ന് ലീഡറാക്കി, പണം ഉള്ളവനെ, നല്ല വലിയ വയറും വലിയ വണ്ടി ഉള്ളവനെയൊക്കെ കൊണ്ടുവന്ന് ലീഡറാക്കുന്ന ആ ശുശ്രൂഷ, അത് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ശുശ്രൂഷയല്ല. അതുകൊണ്ട് അനേക നല്ല ശക്തമായി പ്രയോജനപ്പെടേണ്ട അഭിഷിക്തന്മാരുടെ സഭകളായിരുന്നു വന്നുകൊണ്ടിരുന്ന ജനങ്ങൾ ഓടിപ്പോകുന്നു, വേറെ സഭകളിൽ പോകുന്നു. അവരുടെ മീറ്റിങ്ങുകൾ, ശുശ്രൂഷകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഡിസപ്പിയർ ആകുന്നു, അവരും ഡിസപ്പിയർ ആകുന്നു. അപ്പോൾ കണ്ടീഷൻ വെച്ചുള്ള മീറ്റിങ്ങുകൾ, മിനിസ്ട്രികൾ, ശുശ്രൂഷകൾ, അയ്യോ അവിടെ പോയി കഴിഞ്ഞാൽ പാർശ്വ രോഗസൗഖ്യം നടന്ന ഉടനെ ഇത്ര 1000 രൂപ കൊണ്ടുവരാൻ പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഗ്രീഡ്, അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ്, ദൈവഹിതമല്ലാത്തവരെ ലീഡേഴ്സായി തിരഞ്ഞെടുത്ത് വയ്ക്കുന്ന ആൾക്കാർ, ദൈവം പറയാത്തവരെ, തനിക്ക് ബോധിച്ചവരെ, തനിക്ക് ഇഷ്ടമുള്ളവരെ, തനിക്ക് കൂടുതലായിട്ട് പണവും തന്നെ സഹായിക്കുന്നവരെ, അഭിഷേകം നഷ്ടപ്പെട്ടവരെ, ദൈവ സ്വഭാവം ഇല്ലാത്തവരെ, കൃപാവരമില്ലാത്തവരെ, മദ്യപിക്കുന്നവരെ, ബിയർ അടിക്കുന്നവനെ, മദ്യപിക്കുന്നവനെ ഒക്കെ ലീഡറാക്കി വയ്ക്കുന്ന, ഒരു ക്വാളിറ്റി ഇല്ലാത്ത, സ്വഭാവ ഗുണമില്ലാത്ത, സ്നേഹമില്ലാത്തവരെ ലീഡേഴ്സാക്കി വയ്ക്കുന്ന ഒരനുഭവങ്ങൾ. ഇതൊക്കെ പൊളിയുമ്പോഴാണ് അവിടെ വ്യക്തികളിലൂടെ റിവൈവലുകൾ, ഭയങ്കരമായ ഈ കേരളത്തെ അല്ലെ ഇന്ത്യയെ പിടിച്ചടക്കാൻ, അങ്ങനെയുള്ള ഒരു ദൈവശബ്ദം കേൾക്കുന്ന, ദൈവഹിതമുള്ള, കണ്ടീഷനില്ലാതെ യേശുക്രിസ്തു ചെയ്ത ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനങ്ങൾ, ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ, ജനകോടികളെ, ലക്ഷക്കണക്കിന് ജനങ്ങളെ നേടുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഗോഡ് ബ്ലസ് യു.